അകത്തേക്ക് വരാമോ? വരൂ. ഇന്നെന്താ വലിയ ധൈര്യവതിയായിരിക്കുന്നുണ്ടോ? ഇനി ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഏത് അപകടത്തിൽപ്പെട്ടാലും എന്നെ രക്ഷിക്കാൻ ആളുണ്ടല്ലോ. അപ്പൊ ധൈര്യം മാത്രമല്ല, സ്വല്പം ബുദ്ധിയും കൂടെ ഉണ്ട്. ഏതായാലും ഞാനിന്ന് വീട്ടിലേക്ക് ഒരു കത്തയച്ചു. എനിക്ക് വേണ്ടിയുള്ള പെണ്ണന്വേഷണം നിർത്തണമെന്നും പറഞ്ഞു. ഈ വിധി വിധി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാധനമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയവർ ഒരിക്കലും പിരിയാനാവാത്ത വിധം അടുക്കുക. ആ കൈയും നീട്ടു, ആ വലതയും നീട്ടു. ഇതൊരു പുതിയ തരം കെട്ടാണ്. ഉറക്കത്തിൽ എണീറ്റ് നടക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എണീറ്റ് നടന്നാൽ എനിക്ക് ആളെ നഷ്ടപ്പെടുന്നത്. ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാറില്ല. വേണ്ട, ഇതിന് മറ്റൊരു ഉപയോഗം കൂടെ ഉണ്ട്. ഈ ചരടിന്റെ ഈ അറ്റം എന്റെ കയ്യിൽ കെട്ടിയിരിക്കും. രമയ്ക്ക് എന്തെങ്കിലും ഭയം തോന്നിയാൽ ഈ ചരടൊന്ന് വലിച്ചാൽ മതി. ഞാൻ ഉടനെ എത്തും. താങ്ക്സ്. എന്നാ ഞാൻ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ആ, അങ്ങനെ ചുമ്മാ ഗുഡ് നൈറ്റ് ഒന്നും പോരാ. സ്വീറ്റ് ഡ്രീംസ്. അങ്ങനെ വഴിക്ക് വാ. ആരാണ്ടാ കാല് പിടിക്കുന്നു? എടാ കാല് പിടിക്കുന്നു പറഞ്ഞു പിടിച്ചോളൂ. എടാ വയറോ? എന്താ വയറോ കയറോ? ഇതെങ്ങനെ ഇവിടെ വന്ന്? എന്താ അത് കുറച്ച് പ്രേതങ്ങളെ കെട്ടിയിട്ടിരിക്കുക. പേടിക്കണ്ട കേട്ടോ. എന്തെല്ലാം പണ്ടാണ് ഇതെങ്ങനെ തടി നഷ്ടപ്പെട്ട മതിയെന്ന് ഞാൻ ഇവിടുന്ന് കഷ്ടപ്പാട്. ഈ വാച്ചിന് പണി മേടിച്ച് വല്ല പട്ടാളത്തിൽ പോകുന്നതല്ല. ഇവിടെ പ്രേതവും പൂതവും. എന്റെ ബെഡ്റൂം ആക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മുറിയാണ്. എന്തെല്ലാം ഫർണിച്ചർ വേണം നീ പറ. എനിക്കെങ്ങനെ അറിയാം? രമയെ പോലൊരു പെൺകുട്ടിയെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നതെന്ന് വെക്കുക. അവൾക്ക് എന്തെല്ലാം വേണ്ടി വരും പറയൂ. അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വേണം. വാങ്ങിച്ചു കളയാം. പിന്നെ ഡ്രസ്സുകളൊക്കെ വയ്ക്കാൻ ഒരു വാർഡ്രോബ് വേണം. ഏറ്റവും ആ ജനലിന്റെ അടുത്ത് ഒരു സോഫ സെറ്റ്. അതും സമ്മതിച്ചു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി രമ മറന്നു. ഒരു കട്ടിൽ.
എടി ജാനമ്മേ, ഊതടി. ഞാൻ ഊതുന്നുണ്ട്. നിന്റെ തല കാണുന്നില്ലല്ലോ. എന്ത് പറ്റിയപ്പോ? കാറ്റ് പോയി സാറ്. എന്നിട്ട് ഊതി ഇറക്കിയാണോ? എനിക്ക് ഇതെല്ലാം അവന്മാരുടെ പണിയാണ്. അവന്മാര് ഇന്നലെ വന്നവന്റെ പണിയായിരിക്കും. നോക്കിട്ട് വരാം. ഹലോ, യെസ് രാജൻ. രമയെ സംരക്ഷിക്കുന്നത് അനാവശ്യമായ ജോലിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓ യെസ്, എവിടെ വേണമെങ്കിൽ വരാം. മരിക്കാൻ എനിക്ക് പേടിയില്ല മിസ്റ്റർ. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം, ഇപ്പൊ തന്നെ. രമേ, ഞാൻ പുറത്തു പോയിട്ട് വരാം. സാർ ജീപ്പ് ഇപ്പൊ റെഡിയാവും. വേണ്ട വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. രമ പുറത്തിറങ്ങണ്ട, വരട്ടെ. സ്വന്തം പണി. രമയുടെ സാറിന്റെ കൂടെ ഇല്ലേ? എന്ത്? സാറ് പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും ചാനും ഇവിടെ എല്ലാം നോക്കി, കണ്ടില്ല. സാറിന് ഇവിടെ വന്നിരിക്കുന്നു വിചാരിക്കാണ് ഞാൻ. അതാ രമ സാറ് വരുന്നു. രമ എവിടെ പോയിരുന്നു? കാട്ടിലൂടെ കുറച്ച് നടന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഈ പൂക്കൾ എവിടെ നിന്ന് കിട്ടി? കാട്ടിൽ നിന്ന് പറിച്ചു. കാട്ടിലൂടെ നടക്കാൻ പേടിയില്ല അല്ലേ? എനിക്ക് നാടിനേക്കാൾ ഇഷ്ടം കാടാണ്. കാട്ടിൽ ആരും എന്നെ ഉപദ്രവിക്കില്ല. രമയ്ക്ക് കാട്ടുജാതിക്കാരുടെ വേഷം എവിടെ നിന്ന് കിട്ടി? ഇത് കാട്ടുജാതിക്കാരുടെ വേഷമല്ലല്ലോ. കുറച്ചു മുമ്പ് കാട്ടിൽ വെച്ച് രമ എന്നെ കണ്ടില്ലേ? ഇല്ലല്ലോ. ഞാൻ വിളിച്ചപ്പോ നിൽക്കാതെ ഓടിപ്പോയില്ലേ? രാജ സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ രാജനെ കണ്ടതേയില്ല. രമ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരിയാ, പക്ഷേ ഇപ്പൊ അതേപ്പറ്റി എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ പറയില്ല. വേണ്ട, രമ പറയാതെ തന്നെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം. പിണക്കമാണോ? എനിക്ക് ആരോടും പിണക്കമില്ല. ഇന്ന് നൂല് കെട്ടിയില്ലല്ലോ. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. ധൈര്യവതിയായില്ലേ? എന്തിനാ കരയുന്നത്? എന്റെ വിഷമങ്ങൾ രാജൻ അറിഞ്ഞൂടാ. ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ. നോക്കൂ, മരിക്കാൻ വരെ ഞാൻ തയ്യാറായതാണ്. രാജനുമായി പരിചയപ്പെട്ടപ്പോഴാണ് ജീവിക്കണമെന്ന് എനിക്ക് വീണ്ടും തോന്നിയത്. എന്നെ രക്ഷിക്കാൻ രാജന് മാത്രമേ കഴിയൂ. സത്യമെല്ലാം എന്നെങ്കിലും രാജന് മനസ്സിലാകും. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ശേഖരപിള്ള വരുത്തിയത് ഒരു കാര്യം പറയാനാണ്. ഒരുപക്ഷെ രാജൻ അവിടെ വന്ന് വിവരങ്ങൾ അന്വേഷിച്ചേക്കും. എന്ത് ചോദിച്ചാലും അറിയില്ലെന്നേ പറയാവൂ. ശരി കുഞ്ഞ്, ഏതായാലും ഇവിടെ താമസിക്കുന്നത് ശരിയല്ല.
കുഞ്ഞിന്റെ അച്ഛനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന കാട്ടിയാദിക്കാരുണ്ട്. അങ്ങോട്ടൊന്നും ആർക്കും കിടന്നു വരാൻ പറ്റിയെന്ന് വരില്ല. അവിടെ താമസിക്കുന്ന നല്ലത്. എല്ലാം ആലോചിച്ച് തീരുമാനിക്കാൻ ശേഖരപിള്ളേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരു കാപ്പ് കുടിച്ചിട്ട് പോകാം. ഒന്നും വേണ്ട, എനിക്ക് അവിടെ ധാരാളം പണിയുണ്ട്.